നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ സേഫ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഒരു പുതിയ സെറ്റിങ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ സേഫ് ആക്കാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ആ പുതിയ സെറ്റിങ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. കാരണം നമ്മളൊക്കെ ഒരു തവണയെങ്കിലും ഗൂഗിൾ ഓപ്പൺ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിനകത്തുള്ള സെറ്റിങ്സ് നിങ്ങൾ സേഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ തന്നെ സേഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഏറ്റവും മുകളിൽ ഒരു ലിങ്ക് കിട്ടും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഗൂഗിൾ പറയുന്നുണ്ട് ഗൂഗിൾ സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി എന്നുള്ളത്. നിങ്ങളുടെ ഗൂഗിൾ വളരെ സ്ട്രോങ് ആയിട്ട് സെക്യൂരിറ്റി ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണെന്ന് ഇവിടെ കാണിക്കും. നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാണാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കാണും, ഒരു ബ്ലൂ ബട്ടൺ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ ലോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ സെക്യൂരിറ്റി ആണെങ്കിൽ അത് ചോദിക്കും. ആ ഒരു ലോക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ എൻ്റെ ഫോണിനകത്ത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിനകത്ത് ഞാൻ ഇതെല്ലാം സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 3 സെറ്റിങ്സാണ് അതിനകത്ത് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഒന്നാമത്തെ പാസ് കീ ആണ്, രണ്ടാമത്തെ റിക്കവറി ഫോൺ നമ്പറാണ്, മൂന്നാമത്തത് റിക്കവറി ഇമെയിലാണ്. ഇത് 3ഉം ഗ്രീൻ ബട്ടണിലാണ് എൻ്റെ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, ഈ 3 ബട്ടണും ഗ്രീൻ ബട്ടണാണോ അല്ലെങ്കിൽ റെഡ് ബട്ടണാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിനകത്ത് ഇത് റെഡാണോ അല്ലെങ്കിൽ യെല്ലോ ആണോ കാണിക്കുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും അവസാനം കാണുന്ന താഴെ ഭാഗത്തേക്കുള്ള ഈ അരോ മാർക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ് കീ ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് പാസ് കീ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുക. നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഏത് സമയത്തും ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത സമയത്ത് അവർക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി കിട്ടിയാൽ അത് അവർ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ മറ്റൊരു ഫോണിലേക്ക് കണക്ഷൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ പാസ് കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ റിക്കവറി ഫോൺ നമ്പറാണ്. നമ്മുടെ ഫോൺ നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. അത് മാറ്റാനുണ്ടെങ്കിൽ ഇവിടെ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്പർ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. മൂന്നാമത്തെ റിക്കവറി ഇമെയിലാണ്. ഇത് നമ്മൾ നേരത്തെ ഞാനിവിടെ ഓൾറെഡി കൊടുത്തതാണ്. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് പുതിയത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിലിലേക്ക് OTP വരും. മൊബൈൽ നമ്പറാണ് മാറ്റുന്നതെങ്കിൽ മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആകുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അക്കൗണ്ട് കൂടുതൽ സെക്യൂരിറ്റി നൽകാൻ ഗൂഗിൾ കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫീച്ചർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.